എന്നെയും കൂട്ടി കാരണവരെങ്ങോട്ടാണാവോ ഈ വെളുപ്പാങ്കാലത്ത്? ബാഗിൽ കയറിയിരുന്ന് ഞാൻ അച്ഛനെ ഒന്ന് നോക്കി. നോക്കി നിൽക്കാതെ വണ്ടി എടുക്കടാ, നേരെ വൈകും. എടാ, വലതുവശത്തെ റോഡിലേക്ക് തിരിക്കേ. അങ്ങനെ അച്ഛൻ പറഞ്ഞ വഴിയൊക്കെ തിരിച്ച് തിരിച്ച് പോലീസ് മൈതാനത്തെത്തി. അജു, ഇവിടെ തന്നെ വണ്ടി നിർത്ത്. അവിടെ കുറെ പയ്യന്മാരും പോലീസും ഒക്കെ ഉണ്ട്. അച്ഛൻ ഭയങ്കര ഗൗരവത്തിൽ പറഞ്ഞു. കുറച്ചു നാൾ മുമ്പ് അമ്മ വഴക്കു പറഞ്ഞിട്ട് എന്റെ മോനൊരു എക്സാം എഴുതിയത് ഓർക്കുന്നുണ്ടോ? ആ, പോലീസിലേക്ക് വേണ്ടി റിട്ടേൺ എക്സാം. ആ, അതിന്റെ റിസൾട്ട് വന്നിട്ട് കുറച്ച് ദിവസമായി. ഇന്ന് ഇവിടെ വെച്ചാണ് ഫിസിക്കൽ ടെസ്റ്റ് നടത്തുന്നത്. ഇത്ര നാളും പറയും പോലെയല്ല ഇത്. ഇതിൽ നീ വിജയിച്ചേ തീരൂ. ഞങ്ങൾക്ക് ആർക്കും വേണ്ടിയല്ല, നിന്നെ സ്നേഹിക്കുന്ന പെങ്കൊച്ചിന് വേണ്ടിയെങ്കിലും. അച്ഛൻ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരിക്കലും കിട്ടില്ല എന്ന് കരുതി എഴുതിയ എക്സാമാണ്. പിന്നെ മടി കാരണം അതിനെപ്പറ്റി അന്വേഷിച്ചതുമില്ല. കാരണം ഒരിക്കലും കിട്ടില്ല എന്ന് എൻ്റെ തോന്നൽ. പക്ഷെ അച്ഛൻ അതെല്ലാം ഓർത്ത് വെച്ച് ഇന്ന് എൻ്റെ കണ്ണിൽ ചെറു നനവ് അച്ഛൻ കാണാതെ അത് ഞാൻ തുടച്ചു കളഞ്ഞു. അപ്പോൾ അച്ഛൻ എൻ്റെ കയ്യിലേക്ക് ഒരു പൊതി നീട്ടി. അത് ഒരു ജോഡി സ്പോർട്സ് ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ വാഴയായി മാത്രമല്ല അച്ഛൻ എന്നെ കണ്ടിരുതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒന്ന് വേഗത്തിൽ നടക്കുമ്പോൾ തന്നെ വേർക്കുന്ന ഞാൻ അന്ന് ലോങ് ജമ്പും ഷോർട്ട് പുട്ടും ഓട്ടവും കാറ്റിൽ വഴിഞ്ഞ് കയറ്റവും ഒക്കെയായി ഞാൻ അന്ന് വളരെ നന്നായി ഉയർത്തു. അച്ഛനെ പ്രതീക്ഷയോടെ നോക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ഒരു പരുവമായി തിരിച്ചു പോകുമ്പോൾ ഞാൻ സന്തോഷത്തോടെ തന്നെയായിരുന്നു. വീട്ടിലെത്തി എനിക്ക് അമ്മ ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുളിച്ചു വന്നപ്പോഴോ കാര്യമായി വെച്ച് ഭക്ഷണവും കഴിച്ചു. മുറി കയറി കട്ടിലേക്ക് കമിഴ്ന്നു. അപ്പോഴാണ് പെങ്ങളുടെ കുരിപ്പ് മാമാന്ന് വിളിച്ചും കൊണ്ട് വന്നത്. ആ, ചിന്നുമോളെ എപ്പോ വന്നു? എന്തിന്? കുരിപ്പിന്റെ മുഖം ചൊളിഞ്ഞു. മോനെയും കൂട്ടി പോയിട്ട് എന്തായി ഏട്ടാ? ആ, വാഴയാണെങ്കിലും വളം ഞാനല്ലേ ഇട്ടത്, പാഴാവില്ലെന്ന് തോന്നുന്നു. അത് കേട്ടപ്പോ കുറച്ച് അഹങ്കാരൊക്കെ തോന്നി. കാരണം ഒരു മുത്താണ്. അമ്മേ, അവളെവിടെ? ആരാടാ? ചേച്ചി തന്നെ. ഓ, അതോ, ചിന്നുമോള് മാത്രമേ ഉള്ളൂ. അവള് കുറച്ച് ദിവസം ഇവിടെ നിക്കുവാ. പിന്നെ മോക്ക് തിരുവനന്തപുരം വരെ പോവാനുണ്ടെന്ന് പറഞ്ഞു. എന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോ അളിയനോ? ആ, അവനെ അവളുടെ കൂടെ പോയി. പിന്നെ നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, നീ നോക്കില്ല ചിന്നുമോളെ? ഭാവിയിലെ SI അർജുനോടാണ് അമ്മ ഈ പറയുന്നത്. തികച്ചും മ്ലേച്ഛം. ഞാൻ മനസ്സിൽ പറഞ്ഞു. അപ്പോ ഇതൊന്നല്ല അടുത്ത പ്രശ്നം. നാളെ ഞാൻ പുറത്തു പോകുമ്പോ ഈ കുരിപ്പിനെയും കൂടി കൊണ്ടോണ്ടി വരും. ഇല്ലെങ്കിൽ കുറഞ്ഞ് ബഹളം ഉണ്ടാക്കും. ഞാൻ അവളെ മൈൻഡ് ചെയ്ത് മുറിയിലേക്ക് കയറി. കുരുത്തം കെട്ടോള് എൻ്റെ മുറി മുഴുവൻ വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. ഞാനൊരു വാഴയാണെങ്കിലും അമ്മയുടെ അടി പേടിച്ച് റൂം മുഴുവൻ വൃത്തിയായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ സമയം കൊണ്ട് കുരുത്തം കെട്ടോൾ എൻ്റെ മുറി മൊത്തം വൃത്തികേടാക്കി. ആരാ ചിന്നു ഈ മുറി ഇങ്ങനെ ആക്കിയേ? അത് മാമ, നമ്മുടെ കുറിഞ്ഞിപ്പൂച്ച ഒന്നെല്ലാം നശിപ്പിച്ചു. പൂച്ചയല്ല, അതൊരു പട്ടിക്കുട്ടിയാണ്. പേര് ചിന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ കുരിപ്പ് അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. ആഹാ, എന്തൊരു നിഷ്കളങ്കത. എടാ, നീ കുട്ടികളോടാണോ ഇങ്ങനൊക്കെ പറയുന്നേ? അജു, ഇനി ഇങ്ങനെ എങ്ങാനും പറയുന്നേ ഞാൻ കേട്ടാ അപ്പൊ ഞാൻ ബാക്കി പറയാം. അമ്മ എന്നെ വഴക്ക് പറയുന്നത് കേട്ടിട്ട് അവൾ ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്ത് എന്ന രീതി ഞാൻ അവളെ നോക്കി. രാത്രിയില് അതുനെ വിളിച്ച് സൊല്ലാൻ വേണ്ടി ഞാൻ മുറി കയറിയപ്പോ ഈ കുട്ടിക്കുരിപ്പ് വീണ്ടും വന്നു. മോള് അമ്മാമ്മയുടെയും അച്ചാച്ചയുടെയും കൂടെ കിടന്നു. എന്റെ ചുന്ദരി കുട്ടിയല്ലേ. പിന്നെയും കരയാൻ ഭാവിച്ച് മുഖത്തോടെ നിൽക്കുന്ന ചിന്നുവിനെ കണ്ടപ്പോ ഞാൻ സമ്മതിച്ചു. പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ അതുനെ വിളിച്ചു പറഞ്ഞു.
അവക്കും ഒത്തിരി സന്തോഷമായി. അത് കഴിഞ്ഞ് ഞാൻ ചിന്നുമോളെ നോക്കിയപ്പോ ലവ്വറാണല്ലേ മാമ? എനിക്കറിയാം. അത് നിനക്കെങ്ങനെ അറിയാം? അറിയാം, അതൊക്കെ എനിക്കറിയാം മോനെ. പുറത്തോട്ടിറങ്ങിയപ്പോ അച്ഛൻ എടാ, നാളെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് ഇന്റർവ്യൂ. ഞാൻ പറയാം എന്നാണെന്ന്. നീ എന്തായാലും നോക്കില്ല. നിനക്ക് വേണ്ടിയല്ല, ഒരു പെണ്ണ് വഴിയാധാരാവുന്നത് കണ്ടു നിൽക്കാൻ വയ്യടാ. അതിന്റെ ഭാവി ഓർത്തിട്ടാ. ഒന്ന് മൂളിയിട്ട് ഞാൻ പുറത്തോട്ടിറങ്ങി. ഉമ്മർത്ത് എന്നെ കാത്തു നിൽക്കുന്നുണ്ട്. ആര്? ആ കുരിപ്പ് ചിന്നു തന്നെ. മാമ പോകാം. എങ്ങോട്ട്? മാമൻ എങ്ങോട്ടാണോ അങ്ങോട്ട്. എന്റെ കൂടെ വരുന്ന ചിന്നുമോളെ അവൾ ചിരിയോടെ നോക്കുന്നുണ്ട്. അവളെ അടികൂടി നോക്കിയിട്ട് ചിന്നു പറഞ്ഞു, മാമ എനിക്കിഷ്ടായിട്ടോ. അത്യാവശ്യമായിട്ട് എന്താ പറയാനുള്ളെന്ന് പറഞ്ഞത്? എന്താ? അത് എന്റെ കല്യാണം ഉറപ്പിച്ചു. നിശ്ചയ അടുത്ത ഞായറാഴ്ച. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വിളിച്ചാ മതി, ഞാൻ ഇറങ്ങി വരാം. അമ്മയ്ക്കും അച്ഛനും നാണക്കേടാണ്, പക്ഷെ അത് ഒരുപാട് കാലം കഴിഞ്ഞാൽ മാറും. എന്നാ മനസ്സുകൊണ്ട് ഒരാളെ ഇഷ്ടപ്പെട്ടു വേറൊരാളോടൊപ്പം കഴിയുമ്പോ ഈ ജന്മം എനിക്ക് സന്തോഷം ഉണ്ടാവില്ല. നമുക്ക് ഒരു വഴി കണ്ടെത്താതു, നീ പോയിക്കോ. അത് വീട്ടിലോട്ട് നടക്കുമ്പോ ചിന്നുമോള് പറഞ്ഞു, മാമൻ നാളെ കല്യാണം കഴിച്ചോ? ഞാൻ കൂടെയില്ലേ? നീ എന്റെ ചക്കര മുത്ത. ഇപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം, എന്നിട്ട് അമ്മാമ്മ ഉണ്ടാക്കിയ ദോശ കഴിക്കാം, പിന്നെ കല്യാണ കാര്യം. അമ്മ, ഞങ്ങള് വന്നു. ആ വന്നോ മാമനും മോളും? ആദൂനെ വിളിച്ചിറക്കി കൊണ്ടുവരണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ അച്ഛനോടൊരു വാക്ക് ചോദിക്കാതെ നേരിട്ട് പറയാനൊരു വിഷമം. ഉള്ള ധൈര്യത്തിൽ അച്ഛനോട് പറയാൻ വേണ്ടി തിരിഞ്ഞപ്പോഴോ ഈ വഴക്ക് വളവിട്ടിട്ട് വലുതാവോ അച്ചാച്ചാ? അതെന്റെ ചോദ്യാണ് ചിന്നൂസേ. വലുതാവും ചെയ്യും. നല്ല അസല് വാഴപ്പഴവും എന്റെ മൂക്ക് കിട്ടൂട്ടോ. അച്ഛാ, ആദു. ആ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചോ? ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ ആ കാര്യം പറഞ്ഞു. കല്യാണം നടത്താൻ ഇച്ചിരി വേർക്കണം, എന്നാ അത് മുടക്കാൻ എളുപ്പം പറ്റും. എന്റെ മോനെ എളുപ്പവഴി നോക്ക്, അല്ലാതെ അവളെ അടിച്ചോണ്ട് വന്നിട്ട് അവക്കും കൂടി ചെലവിന് കൊടുക്കാനേ എനിക്ക് പറ്റൂ. അച്ഛൻ പിന്നെയും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനാണെങ്കി കല്യാണം മുടക്കുന്നതിനെ കുറിച്ച് മാത്രം ആലോചിച്ചു തുടങ്ങി. അവസാനം ചെറുക്കനെ വിളിച്ച് കാല് പിടിക്കാന്ന് കരുതി. പിന്നെ ഉച്ചക്ക് ആദൂനെ വിളിച്ച് ചെക്കൻ ജോലി ചെയ്യുന്ന സ്ഥലം ഉമാമന്റെ പേരൊക്കെ കണ്ടുപിടിച്ച് അങ്ങോട്ട് ചെന്നു. ഈ വിശാൽ കുമാർ ഇവിടെ അല്ലേ? യെസ്. ആരാ? അയാളുടെ ഓഫീസ് മുറി ചെന്നപ്പോഴും ഇരിക്കുന്നു ഒരു കുരങ്ങൻ. അയ്യോ, ഒറ്റ സൗന്ദര്യമില്ല. ഇതിനേക്കാളും ഭേദം ഞാൻ തന്നെ. അയാൾ ഇരിക്കാൻ പറഞ്ഞു, ഞാനിരുന്നു. പിന്നെ കാര്യങ്ങളെല്ലാം അല്പം കണ്ണീരും കലർത്തി പറഞ്ഞു. സാരമില്ല, നിങ്ങൾ വിഷമിക്കേണ്ട. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം ഞാൻ ആ കുട്ടിയോട് ഇഷ്ടമാണോ എന്ന് ചോദിച്ചില്ല. പിന്നെ ഒക്കെ വീട്ടുകാരുടെ ഇഷ്ടത്തിനായിരുന്നു. സി മിസ്റ്റർ അർജുൻ, ഞാൻ ഈ കല്യാണം നടക്കില്ല എന്ന് അവളുടെ വീട്ടുകാരോട് വിളിച്ച് പറയാം. നിങ്ങൾ പോയിക്കോളൂ. പിന്നെ എല്ലാവരും എന്നെ പോലെ ആകണമെന്നില്ല. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവള് കല്യാണം ആലോചിക്കുന്നതായിരിക്കും നല്ലത്. വൈകിട്ട് വളരെ സന്തോഷത്തോടെയാണ് അത് വന്നത്. അഞ്ചുവട്ട കല്യാണം നടക്കില്ലെന്ന് അയാൾ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. താല്പര്യമില്ല പോലും. പിന്നെ എന്താ ഈ കാര്യം ചിന്തിക്കുന്നേ? ഒന്നുമില്ല ദിവസേ, നിന്നെ വിളിച്ചിറക്കി കൊണ്ടുവന്നേ നാളെ തന്നെ നമുക്ക് ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. അയ്യടാ, എന്താ പൂതി. എന്നിട്ട് എന്തു പറ്റി? അച്ഛൻ പറഞ്ഞു ഒരു വഴി നോക്കാൻ തന്നെ വയ്യാന്ന്. പിന്നെ ജോലിയൊക്കെ ആയിട്ട് ഇറക്കിക്കൊണ്ട് വന്നാ മതിയെന്നു. അതൂ ദേ നടുറോഡാണ്. മുഖം കണ്ടാലറിയാം എന്തിനാ അടുത്തോട്ട് വരുന്നേന്ന്. മര്യാദക്ക് പോയിക്കോ, ഞാൻ പോവാ. ഇയാള് ബൈക്ക് എടുത്തോണ്ട് പോയേ. ഞാൻ ബൈക്കിൽ കയറി വീട്ടിലോട്ട് പോയി. ആ കുട്ടിയുടെ കല്യാണക്കാരി എന്തായി? നിങ്ങൾ അവനോട് ചോദിച്ചില്ലേ? എന്തിന്? വന്ന് കേറിയപ്പോലെ കണ്ടില്ലേ അവന്റെ മുഖത്ത് സന്തോഷം. അതവൻ മുടക്കിയടി. ഈ കാരണവർ സ്നേഹിച്ചു കൊല്ലുക, പുറത്തൊന്നും കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഈ അച്ഛന്റെ ഒരു കാര്യം.